ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനു വ്ളോഗ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കാട്ടാളൻ മൂവിയുടെ ഷോ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. മൂവിയുടെ റിവ്യൂവിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ വളരെ ഹൈപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല. അത്യാവശ്യം കണ്ടിരിക്കാം. ഒരു ഇടിപൊടി പടം അത്രേ ഉള്ളൂ. വലിയൊരു ഹൈപ്പ് കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജഗദീഷിൻ്റെ അഭിനയം നല്ല എടുത്ത് പറയാനുള്ളതാണ്. സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ റോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു നമ്മുടെ മാർക്കോടൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റിട്ടില്ല. എന്നാൽ അത്യാവശ്യം തിരക്കേടില്ല. ആ ഒരു റേഞ്ചിലേക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡയറക്ടർ, പക്ഷേ ആയിട്ടില്ല. പിന്നെ നമ്മൾ കാണുമ്പോൾ നമ്മളൊരു മലയാളം മൂവി കാണുന്നൊരു ഫീലല്ല. നമ്മളൊരു തമിഴെന്നും പറയാൻ പറ്റില്ല, ഒരു തെലുങ്ക് മൂവീസൊക്കെ കാണത്തില്ലേ, തെലുങ്ക് ഇടി പടം ഒക്കെ കാണുന്ന ആ ഒരു ഫീലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വേട്ട ഒരു ഇതിലാണ് പോയേക്കുന്നത് പടം. അതായത് ഒരു എലിഫന്റ് ഹണ്ടിങ് ആണ് വരുന്നത്. പക്ക എലിഫന്റ് ഹണ്ടിങ്ങിനകത്ത് വരുന്ന ഇഷ്യൂസും ചതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ മിക്സ് ചെയ്യാൻ കൊണ്ടുവന്നത്. കൂടുതലും ഞാൻ അതാണ് പറഞ്ഞത്, കൂടുതലും ഒരു തമിഴ് തെലുങ്ക് അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിം കുറച്ചും കൂടി ബെറ്ററായിട്ടൊരു തമിഴിലോ തെലുങ്കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയാലും തോന്നുന്നു. തിരക്കേടില്ല, കണ്ടിരിക്കാം. നമുക്കൊരു എന്താ പറയുക, മോശം പറയാനില്ല, എന്നാൽ ഒത്തിരി അടിപൊളി എന്ന് പറയാനില്ല. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് പോയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. പിന്നെ ഒരു വാവ് എന്നുള്ളൊരിത് പ്രതീക്ഷിച്ച് പോകരുത്. തിരക്കേടില്ലാത്തൊരു പടം. പിന്നെ ഇതിനകത്ത് നായകൻ അഭിനയമൊക്കെ സൂപ്പറാണ് കേട്ടോ. അഭിനയിച്ചിരിക്കുന്നവരുടെയൊക്കെ പെർഫെക്റ്റ്. ജഗദീഷ് സാറാണെങ്കിലും നമ്മുടെ നായകനാണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം നമ്മളൊരു ക്യാരക്ടർ വൈസ് അവരുടെ പെർഫോമൻസ് വൈസ് എടുത്ത് പറയുവാണെങ്കിൽ വളരെ കൊള്ളാം, വളരെ നല്ല അടിപൊളിയാണ് പെർഫോമൻസ് വൈസ് പറയുവാണെങ്കിൽ. അല്ലാതെ വലിയ തരക്കേടില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് ഫിലിം എന്നുള്ള ഇതിലേ പറയാൻ പറ്റുള്ളൂ. മോശമല്ല, ഒത്തിരി ഒരു ഹൈക്കിൽ നിൽക്കുന്നതല്ല, ഒരു ആവറേജ്. പിന്നെ എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ കഥയെന്ന് പറയുന്നത് മൊത്തം ഫൈറ്റ് കൂടി പോകുന്ന ഒരു കഥയാണ് കേട്ടോ. മൊത്തം ഈ ഒരു ഇടി ഇതിനകത്ത് പോകുന്ന ഫൈറ്റ് വൈസ് പോകുന്ന ഒരു പടമാണ്. ആ ഫൈറ്റിനകത്ത് റീസണിനോട് കൂടിയ ഫൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും ഒരു റീസണിങ് ഉള്ള ഫൈറ്റാണ്. നമ്മൾ സാധാരണ നമ്മൾ പണ്ടത്തെ സുരേഷ് ഗോപി പടങ്ങളൊക്കെ പോലെ വെറുതെ അടിയിടി പോകുകയല്ല. കൂടുതൽ സീക്വൻസിലും ഫൈറ്റാണ് എടുത്തെടുത്ത് വരുന്നത്. നമ്മളൊരു കുറച്ചൊരു സീക്വൻസിൽ പോയി പിന്നെ ഒരു ഫൈറ്റ്, പിന്നെയും കുറച്ച് പോയി ഫൈറ്റ്, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ആ ഫൈറ്റിന് എല്ലാത്തിലും കറക്റ്റായിട്ടൊരു റീസൺ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഓരോ ഫൈറ്റിൻ്റെയും ക്യാമറ എടുത്തിരിക്കുന്ന ആംഗിൾസ് അതെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. അത് നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മൾ സാധാ ഫൈറ്റ് പടം പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടി ക്യാമറ ആംഗിൾസ് വൈസ് പെർഫെക്റ്റ്, അടിപൊളി. എല്ലാവരും പടം പോയി കാണാം. അത്യാവശ്യം തിരക്കേതില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് ഒന്ന് കുറേ കൂടി നമ്മുടെ യൂത്ത് ചട്ടന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഫൈറ്റ് അടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കാണുന്നവരില്ലേ, കഥയുടെ ഇടി അല്ലാണ്ട് കൂടുതലും ഫൈറ്റ് ഇഷ്ടപ്പെടുന്നവരില്ലേ, ഫൈറ്റിൻ്റെ ആ ഒരു പെർഫോമൻസും അങ്ങനെയല്ല. ശരിക്കും ആ ഒരു ചൈനീസ് ഇതിൻ്റെ ആ ഡയറക്ടർ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആ ഒരു സീക്വൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് മാസ്റ്ററും കാര്യങ്ങളുടെ അവരുടെ പെർഫോമൻസ് ഈ പടത്തിൽ എന്താ പറയുക ഗുണം ചെയ്തിട്ടുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ നോർമൽ ഒരു ഫൈറ്റ് മാസ്റ്ററെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, തിരക്കേടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. നിങ്ങളുടെ റിവ്യൂസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ റിവ്യൂസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. ഓക്കെ, ബൈ.